10ാം ക്ലാസിന്റെ എക്സാം എഴുതാൻ ഷഹബാസിന്റെ ജീവൻ എടുത്ത 5 പ്രതികൾ ഇന്ന് പോലീസിന്റെ സംരക്ഷണത്തോടു കൂടി തന്നെ എക്സാം എഴുതി. ഇവിടെ ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്? അവന് സംരക്ഷണം കൊടുത്ത പോലീസുകാരെ, അതോ അവനെ എക്സാം എഴുതിച്ച സ്കൂളിനെയോ? മരണപ്പെട്ട ഷഹബാസിന്റെ സമപ്രായക്കാരാണ് ഈ ഒരു കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത്. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെന്നല്ലേ ഇവന്മാരെ പറയണ്ടത്, കൊടും ക്രിമിനലുകൾ എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇവന്മാര് ഷഹബാസിനെ ഗ്രൂപ്പുകളിൽ തീർത്ത് കളയണം എന്നൊക്കെ പറയുന്നതിന്റെ വോയിസ് നോട്ട് ലീക്കായി നമ്മൾ കേട്ടതാണ്. കൊന്നു കളയാനുള്ള ധൈര്യം ഇവന്മാർക്ക് എവിടുന്ന് കിട്ടി? ഷഹബാസ് മരിച്ചു എന്നറിഞ്ഞിട്ട് ഇവന്മാർ ഈ ഗ്രൂപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ലടാ, നമുക്ക് ഒന്നും സംഭവിക്കില്ല, നമ്മൾ മൈനറാണ്, നമുക്ക് 18 വയസ്സ് താഴെയാണ്, നമുക്ക് ജാമ്യം കിട്ടും, കേസ് തള്ളിപ്പോകും, ഇതൊക്കെ പറയാനുള്ള ധൈര്യം ഇവന്മാർക്ക് എവിടുന്ന് കിട്ടി? നിയമം, നമ്മുടെ നിയമം എന്താണെന്ന് ഇവന്മാർക്ക് നല്ലോണം അറിയാം. ഇവന്മാരെ സംരക്ഷിക്കാൻ പോലീസ് ഉണ്ടെന്നറിയാം. ഇവന്മാർക്ക് എക്സാം എഴുതാൻ പറ്റുമെന്നറിയാം. നാളെ ഇവന്മാർക്ക് ജാമ്യം കിട്ടി ഒരു കുഴപ്പമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമെന്ന് ഇവന്മാർക്ക് അറിയാം. ഇവിടെ മാറേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമമാണ്. പുറത്തെ രാജ്യങ്ങളിലെ പോലെ തലയ്ക്ക് തല കണ്ണിന് കണ്ണ് എന്ന് പറഞ്ഞ നിയമം നമ്മുടെ നാട്ടിൽ വരണം. തെറ്റ് ചെയ്തവന് മാപ്പ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇരയാക്കപ്പെട്ടവന്റെ കുടുംബമായിരിക്കണം. നമ്മുടെ നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വന്നില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള കൊടും ക്രൂരതകൾ തന്നെയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിയമം എന്തു പറയുന്നു, കോടതി എന്തു പറയുന്നു, അതനുസരിക്കാനേ അവരെ കൊണ്ട് കഴിയത്തുള്ളൂ. അവര് വെറും ജോലിക്കാർ മാത്രമാണ്. ഇപ്പോൾ ഇവിടെ മാറേണ്ടത് നിയമമാണ്.